ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായമാണ്. 19-ാം അധ്യായത്തിൽ ചോദ്യോത്തരങ്ങളോട് നമുക്കൊന്ന് കടന്നു പോകാം. ലൂക്ക 19-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 48. ലൂക്ക 19-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ത്? ഉത്തരം സക്കേവൂസിൻ്റെ ഭവനത്തിൽ. യേശു എവിടെ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലൂക്ക 19-ാം അധ്യായം ആരംഭിക്കുന്നത്. ഉത്തരം ജെറീക്കോയിൽ. ആരാണ് ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോകുകയായിരുന്നത്? ഉത്തരം യേശു. എവിടെയാണ് സക്കേവൂസ് എന്ന പേരായ ഒരാൾ ഉണ്ടായിരുന്നത്? ഉത്തരം ജെറീക്കോയിൽ. ജെറീക്കോയിൽ ഉണ്ടായിരുന്ന സക്കേവൂസ് ആരായിരുന്നു? ഉത്തരം ചുങ്കക്കാരി പ്രധാനനും ധനികനും. സക്കേവൂസ് ആഗ്രഹിച്ചിരുന്നത് എന്ത്? ഉത്തരം യേശു ആരെന്ന് കാണാൻ. സക്കേവൂസിൻ്റെ എന്ത് പ്രത്യേകതയാണ് ലൂക്ക 19:3 കാണുന്നത്? ഉത്തരം പൊക്കം കുറവായിരുന്നു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. എന്ത്? ഉത്തരം യേശുവിനെ കാണുക എന്ന ആഗ്രഹം സാധിക്കുക. യേശുവിനെ കാണാൻ വേണ്ടി സക്കേവൂസ് ചെയ്തത് എന്തല്ല? ഉത്തരം മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. ലൂക്ക 19:4 പരാമർശിക്കുന്ന മരം. ഉത്തരം സിക്കമൂർ മരം. സക്കേവൂസ് മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരിക്കാൻ കാരണം എന്ത്? ഉത്തരം യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, വേഗം ഇറങ്ങി വരിക. ആരാണ് അങ്ങനെ പറഞ്ഞത്? ഉത്തരം യേശു. ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം യേശു സക്കേവൂസിനോട്. സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്നെനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ ചെയ്തത് എന്ത്? തിടുക്കത്തി ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. സക്കേവൂസ് എങ്ങനെയാണ് ഇറങ്ങിച്ചെന്നത്? ഉത്തരം തിടുക്കത്തിൽ. തിടുക്കത്തി ഇറങ്ങിച്ചെന്ന സക്കേവൂസ് എങ്ങനെയാണ് യേശുവിനെ സ്വീകരിച്ചത്? ഉത്തരം സന്തോഷത്തോടെ. അവൻ തിടുക്കത്തി ഇറങ്ങിച്ചെന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചത് കണ്ടപ്പോൾ ആരാണ് പിറുപിറുത്തത്? ഉത്തരം ജനക്കൂട്ടം. അവൻ തിടുക്കത്തി ഇറങ്ങിച്ചെന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചത് കണ്ടപ്പോൾ എല്ലാവരും പിറുപിറുത്തത് എന്ത്? ഉത്തരം ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ഇവൻ ആരുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ എന്നാണ് എല്ലാവരും പിറുപിറുത്തത്. ഉത്തരം പാപിയുടെ വീട്ടിൽ. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. ഇവിടെ പരാമർശിക്കുന്ന പാപി ആര്? ഉത്തരം സക്കേവൂസ്. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞത് എന്ത്? ഉത്തരം കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. സക്കേവൂസ്. ലൂക്ക 19:8 സക്കേവൂസ് യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? ഉത്തരം കർത്താവേ. എൻ്റെ സ്വത്തിൽ എത്ര ഭാഗം ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് പറഞ്ഞത്? ഉത്തരം പകുതി. എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ആർക്ക് കൊടുക്കുന്നു എന്നാണ് സക്കേവൂസ് പറഞ്ഞത്? ഉത്തരം ദരിദ്രർക്ക്. 4 ഇരട്ടിയെ തിരിച്ചു കൊടുക്കുന്നത് ആർക്ക്? ഉത്തരം ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ. കർത്താവേ, ഇത് എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയെ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞ സക്കേവൂസിനോട് യേശു പറഞ്ഞത് എന്ത്? ഉത്തരം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഇതിനെ തുടർന്ന് യേശു പറയുന്നത് എന്ത്? ഉത്തരം ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. ആരും? ഉത്തരം സക്കേവൂസ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്നിരിക്കുന്നത് ആര്? ഉത്തരം മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്തിന്? ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ. ലൂക്ക 19-ാം അധ്യായത്തിൻ്റെ 2ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം 10 നാണയത്തിൻ്റെ ഉപമ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. ഏത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ? ഉത്തരം നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് എന്ന യേശുവിൻ്റെ വാക്കുകൾ. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. പറയാനുള്ള കാരണമെന്ത്? അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തു. 10 നാണയത്തിൻ്റെ ഉപമ യേശു ആരംഭിക്കുന്നത് എങ്ങനെ? ഉത്തരം ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. ഒരു പ്രഭു എന്തിനു വേണ്ടിയാണ് ദൂരദേശത്തേക്ക് പോയത്? ഉത്തരം രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയതാര്? ഉത്തരം ഒരു പ്രഭു. അവന് ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. ആരാണിത് പറഞ്ഞത്? ഉത്തരം ഒരു പ്രഭു. ഒരു പ്രഭു എത്ര പേരെ വിളിച്ചാണ് 10 നാണയം അവനെ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞത്? ഉത്തരം 10 പേരെ.
പ്രഭു 10 പേരെ വിളിച്ച് എന്താണ് അവനെ ഏൽപ്പിച്ചത്? ഉത്തരം 10 നാണയം. 10 നാണയം ഏൽപ്പിച്ചുകൊണ്ട് പ്രഭു അവരോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ഉത്തരം ഇതുകൊണ്ട് വ്യാപാരം ചെയ്യാൻ. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയ പ്രഭുവിനെ വെറുത്തിരുന്നത് ആര്? ഉത്തരം അവൻ്റെ പൗരന്മാർ. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നതിനാൽ ചെയ്തത് എന്ത്? ഉത്തരം ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ആരെയാണ് അവൻ്റെ പിന്നാലെ അയച്ചത്? ഉത്തരം ഒരു പ്രതിനിധി സംഘത്തെ. പ്രഭുവിനെ വെറുത്തിരുന്ന അവൻ്റെ പൗരന്മാരുടെ നിവേദനം എന്തായിരുന്നു? ഉത്തരം ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. ആര്? ഉത്തരം പ്രഭു. പ്രഭു എങ്ങനെയാണ് തിരിച്ചു വന്നത്? ഉത്തരം രാജപദവി സ്വീകരിച്ച്. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു ചെയ്തത് എന്ത്? ഉത്തരം താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു ആരെ വിളിക്കാനാണ് കൽപ്പിച്ചത്? ഉത്തരം താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ. താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാരെ വിളിക്കാൻ പ്രഭു കൽപ്പിച്ചത് എന്തിന്? ഉത്തരം ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്നറിയുന്നതിന്. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു ഭൃത്യന്മാരെ വിളിച്ചപ്പോൾ ഒന്നാമൻ വന്ന് പറഞ്ഞത് എന്ത്? ഉത്തരം യജമാനനെ നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. യജമാനനെ നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഒന്നാമനോട് പ്രഭു പറഞ്ഞത് എന്ത്? ഉത്തരം കൊള്ളാൻ നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. ഒന്നാമനോട് പ്രഭു ആദ്യം പറയുന്നത് എന്ത്? ഉത്തരം കൊള്ളാം. ഒന്നാമനെ പ്രഭു സംബോധന ചെയ്തത് എന്ത്? ഉത്തരം നല്ലവനായ ഭൃത്യ. കൊള്ളാൻ നല്ലവനായ ഭൃത്യ എന്ന് പറഞ്ഞതിന് ശേഷം പ്രഭു ഒന്നാമനോട് പറഞ്ഞത് എന്ത്? ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. എന്തുകൊണ്ടാണ് നീ 10 നഗരങ്ങളുടെ മേൽ അധികാരിയായിരിക്കുമെന്ന് പ്രഭു ഒന്നാമനോട് പറഞ്ഞത്? ഉത്തരം ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട്. കൊള്ളാം നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. ആരോട് പറഞ്ഞു? ഉത്തരം രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു താൻ പണം ഏൽപ്പിച്ചിരുന്ന ഒന്നാമനോട്. രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭു വിളിക്കാൻ കൽപ്പന നൽകിയപ്പോൾ രണ്ടാമൻ വന്ന് പറഞ്ഞത് എന്ത്? ഉത്തരം യജമാനനെ നീ തന്ന നാണയം 5 കൂടി ഞാൻ നേടിയിരിക്കുന്നു. രണ്ടാമൻ പ്രഭുവിനോട് നീ തന്ന നാണയം എത്ര കൂടി നേടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്? ഉത്തരം 5 കൂടി. നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം രണ്ടാമൻ. യജമാനനെ നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ രണ്ടാമനോട് യജമാനൻ പറഞ്ഞത് എന്ത്? ഉത്തരം 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. എത്ര നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുമെന്നാണ് യജമാനൻ രണ്ടാമനോട് പറഞ്ഞത്? ഉത്തരം 5. വേറൊരുവൻ വന്ന് പറഞ്ഞത് എന്ത്? ഉത്തരം യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു. കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കാത്തവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. ഇങ്ങനെ പറഞ്ഞത് ആര്? ഉത്തരം വേറൊരുവൻ. താൻ നാണയം തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാൻ കാരണമായി വേറൊരുവൻ പറയുന്നത് എന്ത്? ഉത്തരം നിന്നെ എനിക്ക് ഭയമായിരുന്നു എന്ന് പറഞ്ഞവൻ ഭയപ്പെടാൻ കാരണം പറയുന്നത് എന്ത്? ഉത്തരം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടവൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ആര് പറഞ്ഞു? ഉത്തരം യജമാനൻ അല്ലെങ്കിൽ രാജപദവി സ്വീകരിച്ചു വന്ന പ്രഭു. പ്രഭു വേറൊരുവരെ സംബോധന ചെയ്യുന്നത് എന്ത്? ഉത്തരം ദുഷ്ടഭൃത്യ. നിന്നെ എന്തുകൊണ്ട് വിധിക്കും എന്നാണ് ദുഷ്ടഭൃത്യനോട് യജമാനൻ പറയുന്നത്? ഉത്തരം നിന്റെ വാക്കുകൊണ്ട് തന്നെ. നീ എന്തറിഞ്ഞിരുന്നല്ലോ എന്നാണ് ദുഷ്ടഭൃത്യനോട് യജമാനൻ ചോദിക്കുന്നത്? ഉത്തരം ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന്. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് അറിഞ്ഞിരുന്നല്ലോ എന്ന് ചോദിച്ചതിൻ്റെ തുടർന്ന് യജമാനൻ വീണ്ടും ചോദിക്കുന്നത് എന്ത്? ഉത്തരം പിന്നെ നീ എന്തുകൊണ്ട് പണം ഇടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടെ അത് ഞാൻ തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? പിന്നെ നീ എന്തുകൊണ്ട് എൻ്റെ പണം ആരെ ഏൽപ്പിച്ചില്ല എന്നാണ് യജമാനൻ ദുഷ്ടഭൃത്യനോട് ചോദിക്കുന്നത്? ഉത്തരം പണമിടപാടുകാരെ. എൻ്റെ പണമിടപാടുകാരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ എങ്ങനെ അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ എന്നാണ് ദുഷ്ടഭൃത്യനോട് യജമാനൻ ചോദിക്കുന്നത്? ഉത്തരം പലിശയോടുകൂടെ. യജമാനൻ ചുറ്റും നിന്നവരോട് പറഞ്ഞത് എന്ത്? അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. ആരിൽ നിന്ന്? ഉത്തരം ദുഷ്ടഭൃത്യനിൽ നിന്ന്. ദുഷ്ടഭൃത്യനിൽ നിന്ന് ആ നാണയം എടുത്ത് ആർക്ക് കൊടുക്കുക എന്നാണ് ചുറ്റും നിന്നവരോട് യജമാനൻ പറഞ്ഞത്? ഉത്തരം 10 നാണയമുള്ളവന്.
അവൻ ചുറ്റും നിന്നവരോട് അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയം ഉള്ളവന് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അവർ യജമാനോട് പറഞ്ഞതെന്ത്? ഉത്തരം: യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ. ലൂക്ക 19:24 പ്രകാരം ചുറ്റും നിന്നവർ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്ന പ്രഭുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? ഉത്തരം: യജമാനനെ. യജമാനനെ, അവൻ എന്തുണ്ടല്ലോ എന്നാണ് ചുറ്റും നിന്നവർ യജമാനോട് ചോദിക്കുന്നത്. ഉത്തരം: 10 നാണയമുണ്ടല്ലോ. അവന് 10 നാണയമുണ്ടല്ലോ എന്ന് ചുറ്റും നിന്നവർ യജമാനനോട് പറഞ്ഞപ്പോൾ യജമാനൻ അവരോട് പറഞ്ഞത് എന്ത്? ഉത്തരം: ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവന് നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ആർക്കാണ് കൊടുക്കപ്പെടുന്നത്? ഉത്തരം: ഉള്ളവന്. ഉള്ളതുപോലും എടുക്കപ്പെടുന്നത് ആരിൽ നിന്ന്? ഉത്തരം: ഇല്ലാത്തവനിൽ നിന്ന്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവന് നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. അധ്യായവും വാക്യവും എഴുതുക. ഉത്തരം: ലൂക്ക 19:26. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഇത് പറഞ്ഞതിനെ തുടർന്ന് പറയുന്നത് എന്ത്? ഉത്തരം: ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവീൻ. എന്തിഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവീൻ എന്നാണ് പറയുന്നത്. ഉത്തരം: ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എവിടെ വെച്ച് കൊന്നുകളയുവീൻ എന്നാണ് പറയുന്നത്. ഉത്തരം: എൻ്റെ മുമ്പിൽ വെച്ച്. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്യുവീൻ എന്നാണ് പറയുന്നത്. ഉത്തരം: കൊന്നുകളയുവീൻ. അവനിത് പറഞ്ഞതിന് ശേഷം എവിടേക്കുള്ള യാത്രയാണ് തുടർന്നത്? ഉത്തരം: ജെറുസലേമിലേക്ക്. ലൂക്ക 19-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ ശീർഷകം എന്ത്? ഉത്തരം: ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനം. ഒലിവുമലക്കരികെയുള്ള 2 സ്ഥലങ്ങൾ ഏവ? ഉത്തരം: ബത്ഫഗെ, ബഥാനിയ. ഒലിവുമലക്കരികെയുള്ള ബത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ അവൻ ആരെയാണ് നിർദ്ദേശം കൊടുത്തയച്ചത്? ഉത്തരം: 2 ശിഷ്യന്മാരെ. ഒലിവുമലക്കരികെയുള്ള ബത്ഫഗെ, ബഥാനിയ എന്നീ സ്ഥലങ്ങളെ സമീപിച്ചപ്പോൾ 2 ശിഷ്യന്മാരെ എന്ത് നിർദ്ദേശം കൊടുത്താണ് അവൻ അയച്ചത്? ഉത്തരം: എതിരെ കാണുന്ന ഗ്രാമത്തിലേക്ക് പോകുവിൻ. അവിടെ ചെല്ലുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അയച്ചു കൊണ്ടുവരിക. എവിടെയുള്ള ഗ്രാമത്തേക്ക് പോകുവിൻ എന്നാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്? ഉത്തരം: എതിരെ കാണുന്ന. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കഴുതക്കുട്ടിയുടെ പ്രത്യേകത എന്ത്? ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുതക്കുട്ടിയെ കാണുമ്പോൾ എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്? ഉത്തരം: അതിനെ അയച്ചുകൊണ്ട് വരിക. നിങ്ങൾ അതിനെ അടിക്കുന്നത് എന്തിനെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്ത് പറയണമെന്നാണ് യേശു പറയുന്നത്? ഉത്തരം: കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. ആർക്കതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക എന്നാണ് പറയുന്നത്? ഉത്തരം: കർത്താവിന്. അയക്കപ്പെട്ടവർ പോയി ആര് പറഞ്ഞതുപോലെയാണ് കണ്ടത്? ഉത്തരം: യേശു പറഞ്ഞതുപോലെ കണ്ടത് ആര്? ഉത്തരം: അയക്കപ്പെട്ടവർ. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ ആരാണ് അവരോട് നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ചത്? ഉത്തരം: അതിൻ്റെ ഉടമസ്ഥർ. അവർ കഴുതക്കുട്ടിയെ അഴിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥർ അവരോട് ചോദിച്ചത് എന്ത്? ഉത്തരം: നിങ്ങൾ എന്തിനാണ് കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ന് ചോദിച്ച അതിൻ്റെ ഉടമസ്ഥരോട് അയക്കപ്പെട്ടവർ പറഞ്ഞത് എന്ത്? ഉത്തരം: കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് അതിൻ്റെ ഉടമസ്ഥരോട് പറഞ്ഞ ശേഷം അവർ ചെയ്തത് എന്ത്? ഉത്തരം: അവർ അതിനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ശേഷം ചെയ്തത് എന്ത്? ഉത്തരം: തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച് അവർ യേശുവിനെ ഇരുത്തി. തങ്ങളുടെ വസ്ത്രങ്ങൾ അവർ എവിടെയാണ് വിരിച്ചത്? ഉത്തരം: കഴുതക്കുട്ടിയുടെ പുറത്ത്. തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുതക്കുട്ടിയുടെ പുറത്ത് വിരിച്ച അവർ ആരെയാണ് ഇരുത്തിയത്? ഉത്തരം: യേശുവിനെ. അവർ കടന്നു പോകുമ്പോൾ അവർ എവിടെയാണ് തങ്ങളുടെ വസ്ത്രങ്ങൾ വിരിച്ചത്? ഉത്തരം: വഴിയിൽ. അവൻ കടന്നു പോകുമ്പോൾ അവർ വഴിയിൽ എന്താണ് വിരിച്ചത്? ഉത്തരം: തങ്ങളുടെ വസ്ത്രങ്ങൾ. ജെറുസലേമിലേക്കുള്ള യാത്രയിൽ അവൻ എവിടെ എത്തിയപ്പോഴാണ് ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് താങ്കൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? ഉത്തരം: പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവിന് സമീപം എത്തിയപ്പോൾ. അവൻ പട്ടണത്തോടടുത്ത് ഒലിവുമലയുടെ ചെരുവിന് സമീപം എത്തിയപ്പോൾ ആരാണ് സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? ഉത്തരം: ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എന്തിനെപ്പറ്റിയാണ് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയത്? ഉത്തരം: അത്ഭുത പ്രവൃത്തികളെപ്പറ്റി. ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത് എന്ത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗ്ഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ, സ്വർഗ്ഗത്തിൽ സമാധാനം, അത്യുന്നതങ്ങളിൽ മഹത്വം എന്ന് ആർത്തു വിളിച്ചതാര്? ഉത്തരം: ശിഷ്യഗണം മുഴുവൻ. ആര് അനുഗ്രഹീതൻ എന്നാണ് ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത്? ഉത്തരം: കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ്. എവിടെ സമാധാനം എന്നാണ് ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത്? ഉത്തരം: സ്വർഗ്ഗത്തിൽ. എവിടെ മഹത്വം എന്നാണ് ശിഷ്യഗണം മുഴുവൻ ആർത്തു വിളിച്ചത്? ഉത്തരം: അത്യുന്നതങ്ങളിൽ. ഗുരു, നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക. ആരാണിത് പറഞ്ഞത്? ഉത്തരം: ജനക്കൂട്ടത്തിൽ.
ചിലർ. ജനക്കൂട്ടത്തിലുണ്ടായിരുന്ന ചില ഫരിസേയർ ആരെ ശാസിക്കുക എന്നാണ് അവരോട് പറഞ്ഞത്? ഉത്തരം, നിന്റെ ശിഷ്യന്മാരെ. നിന്റെ ശിഷ്യന്മാരെ ശാസിക്കുക എന്ന് ഫരിസേയർ പറഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചത് എന്ത്? ഉത്തരം, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആര് മൗനം ഭജിച്ചാലാണ് ഈ കല്ലുകൾ ആർത്തു വിളിക്കുമെന്ന് യേശു പറയുന്നത്? ഉത്തരം, ഇവർ അല്ലെങ്കിൽ ശിഷ്യന്മാർ. ഇവർ മൗനം ഭജിച്ചാൽ ആർത്ത് വിളിക്കുമെന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, ഈ കല്ലുകൾ. ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ എന്ത് ചെയ്യുമെന്നാണ് യേശു ഫരിസേയരോട് പറഞ്ഞത്? ഉത്തരം, ആർത്ത് വിളിക്കുമെന്ന്. അവനടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞ് ഇവിടെ പ്രതിപാദിക്കുന്ന പട്ടണം ഏത്? ജെറുസലേം. അവനടുത്ത് വന്ന് എന്ത് കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ച് പറഞ്ഞത്? പട്ടണം. അവനടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ച് പറഞ്ഞത് എന്ത്? സമാധാനത്തിൻ്റെ മാർഗങ്ങൾ ഈ ദിവസത്തെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ ഇവ അപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഏവ? ഉത്തരം, സമാധാനത്തിനുള്ള മാർഗങ്ങൾ. എങ്ങനെയുള്ള ദിവസങ്ങൾ വരുമെന്നാണ് യേശു പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറഞ്ഞത്? ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയം അടിച്ച് നിന്നെ വളയുകയും എല്ലാ ഭാഗത്തുനിന്നും നിന്നെ ഞെരിക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ. ആര് നിനക്ക് ചുറ്റും പാളയം അടിക്കുമെന്നാണ് യേശു പട്ടണത്തെ നോക്കി വിലപിക്കുന്നത്? ഉത്തരം, ശത്രുക്കൾ. ശത്രുക്കൾ എവിടെ നിന്നാണ് ഞെരുക്കുന്ന ദിവസങ്ങൾ വരുമെന്ന് പറയുന്നത്? ഉത്തരം, എല്ലാ ഭാഗത്തു നിന്നും. ആരെയെല്ലാം നശിപ്പിക്കുകയും നിന്നെ കല്ലുമേ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യുമെന്നാണ് യേശു പട്ടണത്തെ നോക്കി വിലപിച്ചുകൊണ്ട് പറഞ്ഞത്? നിന്നെ നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ നിന്ന് കല്ലുമേ കല്ല് ശേഷിപ്പിക്കാതിരിക്കുകയും ചെയ്യും. ഇതിന് കാരണം എന്തെന്നാണ് യേശു പറയുന്നത്? ഉത്തരം, നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. നിന്റെ എന്ത് നീ അറിഞ്ഞില്ല എന്നാണ് പട്ടണത്തെ നോക്കിക്കൊണ്ട് യേശു പറയുന്നത്? ഉത്തരം, സന്ദർശന ദിനം. ലൂക്ക അധ്യായം 19 4-ാമത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം, ദേവാലയ ശുദ്ധീകരണം. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് യേശു എവിടെയാണ് പ്രവേശിച്ചത്? ഉത്തരം, ദേവാലയത്തിൽ. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് ചെയ്തത് എന്ത്? ഉത്തരം, അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ പുറത്താക്കാൻ തുടങ്ങി. യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് ആരെയാണ് പുറത്താക്കാൻ തുടങ്ങിയത്? ഉത്തരം, അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളോ അതിനെ കവർച്ചക്കാരുടെ ഗുഹയായി മാറ്റിയിരിക്കുന്നു. ആര് ആരോട് പറഞ്ഞു? ഉത്തരം, യേശു ദേവാലയത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരോട്. എൻ്റെ ആലയം എന്തെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, പ്രാർത്ഥനാലയം. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, നിങ്ങളതിനെ എന്താക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം, കവർച്ചക്കാരുടെ ഗുഹയായി. യേശു ദിവസവും ദേവാലയത്തിൽ ചെയ്തിരുന്നത് എന്ത്? ഉത്തരം, പഠിപ്പിച്ചിരുന്നു. യേശു ദിവസവും എവിടെയാണ് പഠിപ്പിച്ചിരുന്നത്? ഉത്തരം, ദേവാലയത്തിൽ. ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചത് യേശുവിനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആരല്ല? ഉത്തരം, പുരോഹിത പ്രമുഖരും നിയമജ്ഞരും ജനപ്രമാണികളും. പുരോഹിത പ്രമുഖരും നിയമജ്ഞരും ജനപ്രമാണികളും എന്താണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്? യേശുവിനെ നശിപ്പിക്കാനുള്ള മാർഗം. പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും അവനെ നശിപ്പിക്കാൻ മാർഗം അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്ത്? ഉത്തരം, ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നു. ആരാണ് അവൻ്റെ വാക്കുകളിൽ മുഴുകി അവനെ വിട്ടുപോകാതെ നിന്നത്? ഉത്തരം, ജനങ്ങളെല്ലാം അവൻ്റെ വാക്കിൽ മുഴുകിയാണ്. ജനങ്ങളെല്ലാം അവൻ്റെ എന്തിൽ മുഴുകിയാണ് അവൻ വിട്ടുപോകാതെ നിന്നത്? ഉത്തരം, വാക്കുകളിൽ. ഇത്രയാണ് 19-ാം അധ്യായത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ. ഒരിക്കൽ കൂടി നമുക്ക് ബൈബിൾ വായിച്ച് ഹൃദിസ്ഥമാക്കാം. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.